നെയ്യാറ്റിൻകര. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ രഞ്ജിത്ത് രാജ് നെയ്യാറ്റിൻകര. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വിഷയം ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എൻ്റെ ചേട്ടൻ രാഹുലും. ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല, നിർബന്ധിതമായതുകൊണ്ടാണ്. ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി. അപ്പം രഞ്ജിത്ത് രാജ് ആൻഡ് രാഹുൽ, നിങ്ങൾക്കിവരെ അറിയാലോ അല്ലേ? ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു പേരൻസിൻ്റെ മരണവും അതിനെക്കുറിച്ചുണ്ടായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ലാസ്റ്റ് ലൈഫിൽ ഒറ്റപ്പെടേണ്ടി വന്ന രണ്ട് യുവാക്കളാണ് ഇവർ എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ബോച്ചെ അറിയാലോ, ഇങ്ങനെ കോൺട്രവേഴ്സി ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ കയറി ഇടപെടുക എന്ന് പറയുന്നത് ബോച്ചേൻ്റെ ഒരു വലിയൊരു പ്ലാനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിനെയും കൂടി പ്രൊമോട്ട് ചെയ്യണം, പിന്നെ സ്വയം പ്രൊമോഷൻ സ്വന്തമായിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ കാണുന്ന ഒരു അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് ഈ പാവപ്പെട്ടവരുടെ ഇതേപോലെ കോൺട്രവേഴ്സി സിറ്റുവേഷൻസ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പം അതുപോലെ അദ്ദേഹം ഇവിടെയും എത്തി ആ കുട്ടികൾക്ക്, പാരൻസ് നഷ്ടമായ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന കുട്ടികൾക്കൊരു വീട് സ്വന്തമായിട്ട് വെച്ച് കൊടുക്കാമെന്നാണ് ഈ ബോച്ചെ പറയുന്നത്. അപ്പം അതിൻ്റെ ബാക്കി വീഡിയോസ് ഒന്നും നമുക്ക് കാണാം. പല സമയങ്ങളിലായി ബോബി ചെമ്മണ്ണൂർ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇപ്പൊ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോ ഞാൻ ഒരു സാധനം കൊടുക്കുമ്പോൾ ആ കേസൊക്കെ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ 1 വർഷത്തോളം സമയമെടുക്കും. അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു, അയാൾ നിയമപരമായി ഒരു വീട് പണിത് കൊടുക്കണമെങ്കിൽ 3 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കണമെന്ന്. സത്യത്തിൽ ഇത് നുണയാണ്. 2020 ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു. ഏകദേശം 7 ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു, വീട് വെച്ച് നൽകാമെന്ന്. 2022 മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു. ഈ 1 വർഷവും 3 മാസവും ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല. അത് മാത്രവുമല്ല, ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല. ഇത് തന്നെയാണ് പുള്ളിയുടെ പല കാര്യങ്ങളിലും പുള്ളി ചെയ്യുന്ന ഒരു മെത്തേഡ് എന്നുള്ളത്. കാരണം ആ ഒരു നമ്മുടെ അറിയാലോ അല്ലേ, ബോച്ചേട്ടീൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരുപാട് തെണ്ടിത്തരങ്ങളുണ്ട്. അതായത് ഇതുപോലെ പാവപ്പെട്ടവരെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഇയാളുടെ മുന്നിൽ വരുന്ന സമയത്ത് ഇദ്ദേഹം അത് ഏറ്റെടുക്കും. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കും. പുള്ളിക്കാരൻ അതിനു വേണ്ടി ഇനീഷ്യൽ സ്റ്റേജിലുള്ള എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത് മുഖേന വരുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും പുള്ളി പിന്നെ മൈൻഡ് ചെയ്യില്ല. കാരണം ബോച്ചേട്ടി മുഖേന സെയിൽസ് നിന്നപ്പോഴും കച്ചവടം പൂട്ടി പോകേണ്ട ഒരു അവസ്ഥ വന്ന സമയത്തും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചവർക്കൊക്കെ കിട്ടിയ ഒരേ ഒരു മറുപടി എന്ന് പറയുന്നത് ഫോൺ നോട്ട് അറ്റൻഡിങ് ആണ്. അപ്പം പുള്ളിക്കാരൻ്റെ ഞാൻ പറയില്ല, ഇനീഷ്യൽ സ്റ്റേജിൽ പുള്ളിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, കോൺട്രവേഴ്സീസ് ഏറ്റെടുക്കുക, ഞാനെന്ന് പറഞ്ഞ ഒരാൾ എല്ലാവരെയും സഹായിക്കുന്നുള്ളത് കാണിക്കുക, പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക. ഈ കാര്യമാണ് പുള്ളിക്കാരൻ കാര്യമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിന് ഭയങ്കര വിവരമുണ്ട്, ബുദ്ധിയുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം മണ്ടനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇദ്ദേഹം ചെയ്തു വെച്ച ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പിന്നീട് നെഗറ്റീവായി മാറുന്നുള്ളത് ഇദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ ശുഷ്കാന്തി കാണിച്ച് ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പിന്നെ ഒരു ബാഡായിട്ടുള്ളൊരു ഇംപ്രഷൻ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേര് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയാം. ഒന്നെങ്കിൽ കോൺട്രവേഴ്സിയിൽ അല്ലെങ്കിൽ വാർത്തയിലൊക്കെ മുഖം കാണിക്കാൻ. ഒരു പാവപ്പെട്ട ഓരോ മനുഷ്യനെയും ചൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഇഷ്യൂസ് ചൂസ് ചെയ്തിട്ട് ഇദ്ദേഹം അവിടെ പോയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നീട് കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങളെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പൂത്ത കാശുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഈ രീതിയിലുള്ളൊരു പെർഫോമൻസ് ഇവിടെ കാണിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും ബാക്കി കാണാം. പോയിട്ട് അവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ട് ഒരു സ്ത്രീ, നിങ്ങൾ അന്ന് വീഡിയോയിലൊക്കെ കണ്ടു കാണും. അവരുടെ അടുത്ത് പോയി 50,000 അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിരുന്നു. ആരോപണം 2. വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ്. സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ്. അങ്ങനെ ഞാൻ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ഒരു ചെറിയ വീട് അങ്ങോട്ട് തട്ടിക്കൂട്ടി. 3ാമത്തെ ആരോപണം തട്ടിക്കൂട്ട് വീട് ഉണ്ടാക്കിയെന്നത്. ബോച്ച അങ്കിളിന് ആ വ്യക്തിയെ അറിയാമല്ലോ, ജിജി മേരിയോയും മേരിയോ ജോസഫും. പ്രിയ ബോച്ച അങ്കിളെ, വീടിന് തറക്കല്ലിടുന്ന അന്ന് ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു, 1 വർഷവും 3 മാസമായി ബോബി ചെമ്മണ്ണൂർ എന്നെ പറ്റിച്ചുവെന്ന്. അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു, ബോച്ച അങ്കിൾ പാവമാണ്, നല്ല വ്യക്തിയാണ്, സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും
സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന്. അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും ഫിലോക്കാലിയ സ്ഥാപകരെക്കുറിച്ചും ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു, ഇതേപോലെ കുറ്റം പറയുന്നല്ലോ, ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന്. അപ്പോഴും അവര് പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ്. ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്ക്. എന്തൊരു എന്താ പറയുക, ഭയങ്കര നിഷ്കളങ്കമായ കുട്ടികളാണ് ഇവരെന്നൊക്കെ പറയില്ല നമ്മൾ. അതുപോലുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പയ്യെന്ന് പറയുന്നത്. കാരണം അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം ഇങ്ങനെയുള്ളവരെ പറ്റിക്കരുത് ശരിക്കും. എന്തിനാണ് വെറുതെ വാക്ക് കൊടുത്ത് പറ്റിക്കുന്നത്? കാരണം നിങ്ങൾക്കൊക്കെ കയ്യിൽ ഒരുപാട് പൂത്ത പൈസയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നിങ്ങൾക്ക് ഏത് രീതിയിലും ജീവിക്കാം, ആരെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങാം. ഇവരെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഇതൊന്നും പറ്റില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ വെറുതെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് വെള്ളിമൂങ്ങിൽ നമ്മുടെ ബിജുമേനൻ പറയുന്ന പോലെ വാഗ്ദാനമാണ്, കിട്ടില്ല. അതുപോലെ വെറുതെ വാഗ്ദാനങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ട് ഒരു 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 എന്താ പറയുക, വളർന്നു വരുന്നവരുടെ പ്രതീക്ഷ ഇല്ലാതാക്കരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ സഹായിക്കും, മനസ്സറിഞ്ഞ് സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ പക്കലേക്ക് വരുന്നതും നിങ്ങളെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി അവസാനം വരെ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചോളൂ. എങ്കിലും പ്രതീക്ഷ കൊടുത്തിട്ട് അവരെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിടരുത്. അതാണ് നിങ്ങൾ പല സ്ഥലത്തും ചെയ്യുന്നത്. ഇനിയിപ്പോൾ സഹായിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് ഇതുപോലൊരു സ്വഭാവം കൂടി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ആ കുട്ടികളെ സഹായിക്കാൻ മനസ്സ് നിങ്ങളോ കാണിച്ചില്ല, കാണിച്ചവരെ പറ്റി കുറ്റവും പറഞ്ഞ് ആ കുട്ടികളെ കുറ്റവും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളെപ്പറ്റി 1000 പേര് പറയുന്നുണ്ടാവാം, 1000 പേര് കുറ്റം പറയുന്നുണ്ടാവാം. അതൊന്നും നിങ്ങൾക്കൊരു വിഷയവുമല്ല. പക്ഷേ നിങ്ങൾ മുഖേന അനുഭവിച്ച ഒരു വ്യക്തി അത് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം അത് മനസ്സുകൊണ്ട് നൊന്നിട്ടുണ്ടാവും, അവരെത്രത്തോളം അതിൽ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ പെരുമാറി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട് എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം ഇപ്പം ഓൾറെഡി ഈ നാടുകൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. എന്തായാലും ബാക്കി കാണാം. ഞങ്ങളൊന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാതെ ഒരു സാധനം കൂടെ തട്ടിക്കൂട്ടി പേരെടുക്കാൻ വേണ്ടി ചെയ്തു. കോട്ടെ. ആരോപണം 4, തട്ടിക്കോട് വീട് ഉണ്ടാക്കിയെന്നത്. ബോബി അങ്കിളെ, അത് തട്ടിക്കോട് വീടല്ല, ഞങ്ങളുടെ കൊട്ടാരമാണത്. അങ്കിളെ, അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീട് ഉണ്ടാക്കിയത്. അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയഴിപ്പിച്ചു കൊടുത്ത 10 വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ? ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും. പക്ഷെ ഞാൻ ആരോപണം 5, ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത്. സത്യത്തിൽ നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് കൊടുക്കുകയും ആ പയ്യൻ ചോദിച്ചാൽ കറക്റ്റ് അല്ലേ? ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്, ഒരാൾക്ക് വേണ്ടി ഇദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത ഒരു വീട് പോലും തട്ടിക്കൂട് വീടല്ല എന്ന് ഇയാൾക്ക് പറയാൻ പറ്റും? പിന്നെ വീടില്ലാത്തവന് ഒരു ഷീറ്റിട്ടൊരു ഷെഡ് ഉണ്ടാക്കി താമസിച്ചാൽ പോലും, അല്ലെങ്കിൽ ഷെഡ് ഉണ്ടാക്കി കൊടുത്താൽ പോലും അവനത് കൊട്ടാരമാണ്. ഈ മണിമാളികയിൽ താമസിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ വില അറിയില്ല, 100% ഉറപ്പാണ്. നിങ്ങൾക്ക് വെറും തട്ടിക്കൂട് വീടായിരിക്കാം അത്. അവർക്കത് കിട്ടിയ സന്തോഷം ഒരുപാട് ഉണ്ടാവും താനും. പിന്നെ കേസ് കൊടുത്താൽ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അല്ലേ? നിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത്? എടോ, ഇത് കേരളമാണ്, ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ സത്യസന്ധമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലുള്ള ഒരുപാട് മലയാളികളുണ്ടാവും. മനസ്സിലായോ? കേരളക്കാർ മൊത്തം ഉണ്ടാവും. നിയമം നിങ്ങളെപ്പോലുള്ള പൈസവർക്ക് മാത്രമല്ല, പാവപ്പെട്ടവനും നിയമമുണ്ട്. മനസ്സിലായോ? നിങ്ങൾ കേസ് കൊടുത്തു. ആ പയ്യനതാ അതിൻ്റെ തെളിവടക്കമാണ് കൊണ്ടു തന്നത് നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ കേസ് കൊടുത്തു, 1 വർഷം മാസം കഴിഞ്ഞപ്പോൾ അത് തള്ളിപ്പോയി. അപ്പം നിങ്ങൾ ആരെ മുന്നിൽ വെളുപ്പിക്കാനാണ് ഈ കിടന്ന് പ്രസംഗിക്കുന്നത്? അപ്പം നിങ്ങൾ എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഈ പാവപ്പെട്ട 2 പിള്ളേരെ പുറകെ നടന്നിട്ട് ഇവരെ കുറ്റവും പറഞ്ഞ് നടക്കാൻ? നിങ്ങൾക്കൊക്കെ ഒരുപാട് കോൺട്രവേഴ്സീസ് വേറെ കിട്ടുമല്ലോ. ഞാൻ കാര്യമായിട്ട് വയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ട്, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട്? ഈ പാവപ്പെട്ടവരൊന്ന് വിട്ട് കളിക്കുക. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒന്ന് വിടൂ. അതുപോലെ ജീവിക്കാൻ വേണ്ടി കോൺട്രവേഴ്സി പെട്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വിട്ടിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. അതേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു പണി ചെയ്യുന്നുണ്ട്. ഗോൾഡ് ബിസിനസ് നിങ്ങളെ പണിയാണ്, അത് ചെയ്തോളൂ. എന്തിനാണ് ഇതുപോലുള്ള പാവപ്പെട്ടവരുടെ പുറകെ പോയിട്ട് ഇവരെ ഇതുപോലെ ക്രൂശിക്കാൻ നിൽക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്കിതൊരു ഹരമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യൂല എങ്ങനെ പോയി കഴിഞ്ഞാൽ.
നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട്, എന്താ പറയുക, ഒരു ജനപിന്തുണ ഉണ്ടായിരുന്നു ഇത്രയും കാലം എന്നുള്ളതാണ്. ഇത്രയും കാലം ഒരു ജനപിന്തുണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വരെ നിങ്ങളെ നല്ല രീതിയിൽ ഒരു ആരാധിച്ചിരുന്ന വ്യക്തിയാണ്. കാരണം ഒരുപാട് പേരെ സഹായിക്കുന്നു. അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം അത് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സമാധാനിച്ചിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായതുമാണ് ഞാൻ. പക്ഷേ ഇന്ന് ഈ നമ്മുടെ ബോച്ചേട്ടി മുതൽ ഇങ്ങോട്ട് പുള്ളീനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നെഗറ്റീവാണ്. നമ്മൾ പറയില്ലേ, സഹായിക്കുന്നത് നമ്മൾ അറിഞ്ഞാൽ മതി, വേറൊരാൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയില്ല. പക്ഷെ അദ്ദേഹം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. എന്താ വെച്ചാൽ നാട്ടുകാരറിയും, അത് 100% ഉറപ്പാണ്. എന്തായാലും സ്വന്തം ബ്രാൻഡിങ് പ്രൊമോട്ട് ചെയ്ത് നിങ്ങളിപ്പോൾ പോകുന്നത് തികച്ചും താഴോട്ടാണ്. നിങ്ങളുടെ ബ്രാൻഡ് പ്രൊമോഷൻ ഇപ്പം ഇങ്ങനെ കുത്തനെ പോയിട്ട് മേലെ നിന്ന് താഴോട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളത് അറിയുന്നില്ല എന്നുള്ളൂ, പക്ഷെ അറിഞ്ഞോളൂ. എന്തായാലും ഇതൊക്കെ അറിയുന്ന ഓരോ ജനതയും നിങ്ങളുടെ ആ ഒരു പിന്തുണ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് കുറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളത്. ഒന്നെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ സഹായിക്കാതിരിക്കുക. സഹായിക്കുമ്പോൾ പൂർണ്ണമായിട്ട് സഹായിക്കണം, അല്ലാതെ ആഫ് വെച്ച് സഹായിച്ചിട്ട് പകുതി കുറ്റവും പറഞ്ഞ് നടന്നാലേ നിങ്ങളെ വേറെ പേരിട്ട് വിളിക്കണം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.